ധന്യ, മഞ്ജു വാര്യറുമായി ബന്ധപ്പെട്ട് ദിലീപ് മഞ്ജു ദാമ്പത്യം ഇല്ലാതാവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇവർ തമ്മിലുള്ള ചില തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ മറ്റൊരു നടിയുമായി ബന്ധപ്പെട്ട് അത് കാവ്യയുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങളുമാണ് എന്നൊക്കെ ചില ഉള്ള കാര്യങ്ങൾ വെളിച്ചത്ത് വന്നിട്ടുണ്ട്. ലിബർട്ടി ബഷീറാണെന്ന് തോന്നുന്നു, അത് ആലപ്പി അഷ്റഫോ ലിബർട്ടി ബഷീറോ അങ്ങനെ ആരോ ആണ് ഇത് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ദിലീപ് മഞ്ജു വാര്യർ വിഷയം എപ്പോഴും ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ്. കാരണം ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്, കുറേ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഇത് ആളുകൾക്ക് എപ്പോഴും ഈ പിന്നെ കമന്റ് ഇടുന്നവർക്ക് നിങ്ങൾക്ക് വേറെ വാർത്തയില്ലേ, വാർത്താ ദാരിദ്ര്യമാണോ, അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ കാണുന്നേ? നിങ്ങൾക്ക് വാർത്താ ദാരിദ്ര്യമെങ്കിൽ അത് കാണാൻ താല്പര്യമുള്ള ആളുകൾ കാണും. നിങ്ങൾ എന്തിനാ അപ്പോൾ വന്നിരുന്ന് കുത്തിയിരുന്ന് കണ്ടിട്ട് ഇങ്ങനത്തെ കമന്റുകൾ ഇടുന്നത്? ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള എല്ലാവർക്കും രാഷ്ട്രീയത്തെക്കുറിച്ചും ഇറ്റലിയിലും ചൈനയിലും അമേരിക്കയിലും സ്പെയിനിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കേരളത്തിൽ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ പോരായ്മകളെക്കുറിച്ചും അറിയാനുള്ള അങ്ങനെ കുറച്ച് ആളുകളുണ്ടാവും. പക്ഷേ ഇത്തരം വാർത്തകൾ അറിയാനുള്ള ഒരു വിഭാഗവുമുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ്, അവരും ഞങ്ങളുടെ പ്രേക്ഷകരാണ്, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരം വാർത്തകൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. വാർത്തയിലേക്ക് വന്നാൽ ദിലീപും മഞ്ജു വാര്യറും തമ്മിലുള്ള വിഷയം എന്താണ് എന്ന് പലപ്പോഴും മഞ്ജു വാര്യരോട് പലരും ചോദിച്ചപ്പോഴും അത് ഞങ്ങളുടെ സ്വകാര്യതയാണ്, അത് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് അത് പറയാൻ ഞാൻ തയ്യാറല്ല, അത് രണ്ടുപേരെയും വിഷമിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് ഏറ്റവും മാന്യമായ മറുപടിയിലൂടെ അവർ ഒതുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യരെ കണ്ട് ഈ തമ്മിൽ പിരിഞ്ഞു കഴിയുമ്പോൾ വിഴിപ്പലക്കുന്ന പലരും പഠിക്കേണ്ട ഒരു ക്യാരക്ടറാണ് മഞ്ജു വാര്യർ. ഒരു തറവാടിയാണ് മഞ്ജു വാര്യർ എന്നാണ് ലിബർട്ടി ബഷീർ പറയുന്നത്. എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ് തന്നോടൊപ്പം 14 വർഷം ജീവിച്ച ഒരാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് പോയത് എന്നുള്ളത് മഞ്ജു വാര്യർക്ക് നന്നായിട്ടറിയാം. അവരുടെ കുടുംബജീവിതത്തിൽ നടന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. പക്ഷെ ഒരിടത്തു പോലും അവർ ദിലീപ് എന്ന് പറഞ്ഞ നടനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാനോ വേദനിപ്പിക്കാനോ അവർ വന്നിട്ടില്ല. നടിയെ ആക്രമിച്ച കേസിൽ ദർബാർ ഹാളിൽ ഒരു നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു പറഞ്ഞിട്ടുണ്ട്. അത് മഞ്ജു വാര്യർക്ക് കൃത്യമായി പല കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ടാണ് എന്നാണ് അവരോടൊപ്പം അടുപ്പമുള്ള പലരും പറയുന്നത്. ഇപ്പോൾ ലിബർട്ടി ബഷീർ പറയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം മഞ്ജു വാര്യർ ആ വീട്ടിൽ, ദിലീപിൻ്റെ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ശ്വാസം മുട്ടി ജീവിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല മഞ്ജു വാര്യരെ ആരെങ്കിലും വിളിച്ചാൽ ദിലീപിൻ്റെ അമ്മയും സഹോദരിയും ഫോൺ എടുത്തതിന് ശേഷം ആ ഫോണിൽ ആരാണ് എന്ന് ചോദിച്ച് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ മഞ്ജു വാര്യർക്ക് ഫോൺ കൊടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഈ കാവ്യമാധവനും ദിലീപുമായുള്ള ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും മഞ്ജു വാര്യർക്ക് അതറിയാമായിരുന്നിട്ട് കൂടി കുഞ്ഞിന് വേണ്ടി അവർ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഒന്നും പറയാതെ പ്രതികരിക്കാതെ എല്ലാം കരഞ്ഞു തീർത്തുകൊണ്ട് മുന്നോട്ട് പോയി. കാരണം ദിലീപിനോട് അവർക്ക് അത്രയും സ്നേഹമായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. പെട്ടെന്ന് തൻ്റെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീക്ക് വിട്ടുകൊടുക്കാൻ ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് ഒരു നടി എന്നതിനപ്പുറം ഒരു ഭാര്യ എന്ന രീതിയിൽ മഞ്ജു വാര്യർക്കുണ്ടാകാം. ഇപ്പോഴും കാവ്യമാധവനും ദിലീപും തമ്മിലുള്ള ബന്ധത്തിൽ സ്വകാര്യ നിമിഷങ്ങളിൽ അവർ ഒരുപാട് ചിലപ്പോൾ വിഷമിക്കുന്നുണ്ടാവും. നമുക്കറിയില്ല, ഈ പുറമേ കാണുന്ന മഞ്ജു വാര്യർ ആയിരിക്കില്ല അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവർ തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയോടൊപ്പം ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ അത്രയും സ്നേഹിച്ച് അത്രയും താരപദവിയിൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് അഭ്രപാളിയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു വാര്യർ ദിലീപിൻ്റെ ഭാര്യയായി അവരുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത്. പിന്നീട് മഞ്ജുവിനെ നമ്മൾ 14 വർഷം സിനിമാ മേഖലയിൽ ഒരിടത്തും ഏതെങ്കിലും വിവാഹങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനിലോ കാണുന്നതിനപ്പുറം ദിലീപിൻ്റെ ഏതെങ്കിലും സിനിമയുടെ പ്രൊമോഷനോ കാണുന്നതിനപ്പുറം അവരെ നമ്മൾ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലിബർട്ടി ബഷീർ പറയുന്നത് മഞ്ജു വാര്യരുടെ കാവ്യമാധവനും നിശാൽ ചന്ദ്രയുമായുള്ള വിവാഹത്തിന് മഞ്ജു വാര്യറും ദിലീപും എത്തിയപ്പോൾ ലിബർട്ടി ബഷീർ മഞ്ജുവിനോട് ചോദിച്ചു എന്ന്, ഇനിയെങ്കിലും നീ രക്ഷപ്പെട്ടുവല്ലോ, നിനക്ക് സമാധാനമായി കിടന്നുറങ്ങാമല്ലോ, നിനക്കിനി കരയേണ്ടല്ലോ എന്നുള്ളത്. ആ ദിവസം അത് കഴിഞ്ഞതിന് ശേഷം വിവാഹ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് മഞ്ജു വാര്യർ പോയി എന്നാണ് ലിബർട്ടി ബഷീർ വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം പോയി നോക്കുമ്പോൾ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് കരയുന്ന മഞ്ജു വാര്യരെയാണ് ലിബർട്ടി ബഷീർ കാണുന്നത്. പിന്നീട് കാര്യം ചോദിച്ചപ്പോൾ ദിലീപ് ബാത്റൂമിൽ നിന്ന് ആരോടോ പൊട്ടിത്തെറിച്ച് സംസാരിക്കുക. അതായത് കാവ്യയുടെ കല്യാണം ഉൾക്കൊള്ളാൻ ദിലീപിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലിബർട്ടി ബഷീർ പറയുന്നത്. പിന്നീട് അത് പലതരത്തിലുള്ള, കാരണം ഈ നിശാൽ ചന്ദ്രയുടെ അമ്മ തന്നെ പറഞ്ഞ ഒരു വോയിസ് അവരുടെ വോയിസ് ആണെങ്കിൽ അത്തരത്തിൽ അത് പുറത്തു വന്നത്
ദിലീപ് പലതവണ വിളിച്ചിട്ടുണ്ട്, ദിലീപാണ് തൻ്റെ മകൻ്റെ കുടുംബജീവിതം തകർത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പലതവണ പുറത്തുവിട്ട കാര്യങ്ങൾ ഒക്കെ ഈ കാവ്യമാധവനുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മീശമാധവൻ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് കാവ്യയും ദിലീപും തമ്മിൽ ഇത്തരം അടുത്തതെന്നും ഭാഗ്യ ജോഡികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ മനസ്സിലേറ്റുന്നതിനോടൊപ്പം തന്നെ ഇവർ പരസ്പരം ഇവരെ മനസ്സിലേറ്റി എന്നുള്ളതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ദിലീപിനെ അടുത്തറിയാവുന്ന പലരും പറയുന്നത് ദിലീപിന് മഞ്ജു വാര്യരോട് അടങ്ങാത്ത പ്രണയവും സ്നേഹവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും മഞ്ജു വാര്യരെ ഉപേക്ഷിക്കണമെന്ന് ദിലീപ് വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൽ ചില ഇടപെടലുകൾ വന്നു. പലരുടെയും ഇടപെടലുകൾ വന്നതിന് ശേഷമാണ് മഞ്ജു വാര്യർ ഇത്തരം ഒരു തീരുമാനം എടുത്തത്. അതിനുശേഷമാണ് ദിലീപിനൊരു, കാരണം മഞ്ജു നിന്ന സമയത്ത് ദിലീപിൻ്റെ ഒരു സിനിമ ഇതെന്ന് പറയുന്നത് വളരെ കുതിച്ചുയർന്ന ഒരു ദിലീപിനെയാണ് നമ്മൾ കണ്ടത്. മഞ്ജു കൂടെയുള്ള സമയത്ത് ഏത് സിനിമ ദിലീപ് എടുത്താലും അത് വിജയിക്കുന്ന ഒരു രീതി, മഞ്ജുവിൻ്റെ ഒരു വല്ലാത്ത പ്രസൻസ് ആ സിനിമയുടെ ഭാഗമായി ദിലീപിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. മഞ്ജു വാര്യർ ലൈഫിൽ നിന്ന് പോയതിനു ശേഷം അവർ പിന്നീട് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് നടന്നെടുക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. മഞ്ജു വാര്യരുടെ എത്ര സിനിമകൾ വിജയിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ വിജയത്തിനപ്പുറം കഥാപാത്രങ്ങളെ കൃത്യമായി അവതരിപ്പിക്കാനും അത് പ്രേക്ഷകരുടെ പ്രീതി നേടാനും, സിനിമ വിജയിച്ചില്ലെങ്കിൽ പോലും മഞ്ജു വാര്യർക്കൊരു മനസ്സിലിടം പിടിക്കാൻ കഴിയുന്ന ഒരു രീതിയൊക്കെ പലർക്കും പല അഭിപ്രായമായിരിക്കും. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു കുടുംബ ജീവിതം തകർക്കാൻ മറ്റൊരു സ്ത്രീ മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ, വിവാഹിതനായ ഒരു പുരുഷനെ പ്രണയിക്കുന്നു, ആ പുരുഷനെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സ്ത്രീ, അതൊന്നും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പാർത്ത. കാരണം സന്തോഷമായി പോകുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലേക്ക് ഒരു സ്ത്രീ എല്ലാം അറിഞ്ഞുകൊണ്ട് കയറി വരുമ്പോൾ തകരുന്നത്, ഇപ്പം അച്ഛനും അമ്മയോടൊപ്പം ജീവിക്കേണ്ട മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി അച്ഛനോടൊപ്പം മാത്രം ജീവിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ മഞ്ജു വാര്യർ തന്നെ ഇടയ്ക്ക് എവിടെയോ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛനോടാണ് മീനാക്ഷിയെ കൂടുതൽ ഇഷ്ടം, മീനാക്ഷിയെ കൂടെ ഞാൻ കൊണ്ടുപോയാൽ അദ്ദേഹം വളരെയധികം തകരും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ മീനാക്ഷിയെ ദിലീപിനോടൊപ്പം നിർത്തിയത്, അല്ലാതെ മകളെ നോക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടല്ല എന്നുള്ളത്. ദിലീപ് മീനാക്ഷിയും തമ്മിലുള്ള ഒരു അടുപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും ഒരുപക്ഷെ തെറ്റുകൾ സംഭവിക്കുക, അത് പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ ആളില്ലാത്തതായിരിക്കും ഇവർ തമ്മിലുള്ള ഈ അകൽച്ചയ്ക്ക് കാരണം ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ വലുതാക്കാൻ ശ്രമിക്കുന്ന കുറേ പേരുണ്ടാകും രണ്ട് സൈഡിലും. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ പിന്നെ അത്തരത്തിൽ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനോ ആളില്ല എന്നുള്ളതാണ്. മഞ്ജു വാര്യരുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ച് പല ബന്ധങ്ങളും അവർക്കുണ്ട്. അത് ദിലീപ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് ദിലീപ് അവരെ അടിച്ചിറക്കിയതെന്നൊക്കെ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ട് അവർ ആ ബന്ധത്തെ സ്വീകരിച്ചില്ല, അവർ കല്യാണം കഴിച്ചില്ല? അവർക്ക് ദിലീപിനപ്പുറം ഒരാളെ ഭർത്താവായി കാണാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അവർ ഇപ്പോഴും വിവാഹിതയാകാതെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ അവർ ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ളതാണ്. ദിലീപ് സ്വന്തം സഹോദരി എന്നാണ് കാവ്യമാധവനെ പറഞ്ഞത്. ആ ഇൻ്റർവ്യൂ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ, എൻ്റെ സഹോദരനാണ് ദിലീപ്, എൻ്റെ സഹോദരിയാണ് മഞ്ജു ചേച്ചി എന്നാണ് കാവ്യ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞത്. ആ സഹോദരനെയാണ് ഒരു ദിവസം നമ്മൾ നനച്ചിരിക്കാതെ ദിലീപും കാവ്യയും വിവാഹിതരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലയാളി പ്രേക്ഷകരെ ഉലച്ചുകൊണ്ട്, കാരണം അതൊക്കെ വെറുതെയാണ്, ദിലീപേട്ടനല്ല എൻ്റെ ജീവിതം നശിപ്പിച്ചത്, എൻ്റെ വിവാഹ ജീവിതം നശിപ്പിച്ചത് ദിലീപേട്ടനല്ല എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞ കാവ്യമാധവൻ പിന്നീട് ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാകുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കാണുന്നത്. അപ്പോൾ എവിടെയൊക്കെയോ ആരൊക്കെയോ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യമുണ്ട് എന്നുള്ളതാണ്. ഒരു ജീവിതം തകർക്കാൻ എവിടെയെങ്കിലും ആരെങ്കിലും ഇരുന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ ജീവിതം സന്തോഷകരമായി പോകില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്.